നമസ്കാരം. പ്രേതകഥകൾ എഴുതുക, ആൾക്കാരെ പേടിപ്പിക്കുക, മാന്ത്രിക നോവൽ എഴുതുക, കുറ്റാന്വേഷണ നോവൽ എഴുതുക, മനഃശാസ്ത്ര നോവൽ എഴുതുക, കുട്ടികളുടെ നോവൽ എഴുതുക, നാഗങ്ങളെക്കുറിച്ച് എഴുതുക. എഴുത്താണല്ലോ എൻ്റെ തൊഴിൽ. പിന്നെന്തിനാണ് DNA-യിൽ വന്നിരുന്ന് സമൂഹത്തിലെ ചില വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടം എഴുതുന്നത് തന്നെയാണ്. അന്ധവിശ്വാസങ്ങൾ പടർത്തുന്ന ആളല്ലേ എന്നൊക്കെ ചിലർ എൻ്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഉണ്ടെന്ന് പറയുന്നതും അന്ധത, ഇല്ലെന്ന് പറയുന്നതും അന്ധത. ഇരുട്ടാണ്. ഇരുട്ടിലൊരു ചെറിയ പ്രകാശം തെളിയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പ്രകാശം. ആ പ്രകാശമാണ് നമ്മളെ മുന്നിലോട്ട് നടത്തുന്നത്. പ്രകാശത്തിൻ്റെ ശക്തി നമ്മൾ അറിയുന്നത് ഇരുട്ടുള്ളത് കൊണ്ടാണ്. ഇരുട്ടിൻ്റെ ശക്തി ഉള്ളത് കൊണ്ടാണ് പ്രകാശത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. പക്ഷേ ജീവിതത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മളെ ഒരാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റാത്ത, പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ കല ടീച്ചറിൻ്റെ സഹോദരി, ആ ചേച്ചിക്ക് ഒരു മകനുണ്ട്. അവൻ്റെ പേര് അജീഷ് എന്നാണ്. ഞാൻ പേര് പറയുന്നതിൻ്റെ ഒരു കാരണം, അവനങ്ങനെ ദൈവത്തിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത അല്ലാത്തത് കൊണ്ടാണ്. അവന് ദൈവമുണ്ട്, കർമ്മമാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നല്ല കുട്ടിയാണ്. ബെസേലിയസ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു എൻ്റെ ജോലി. ഞാൻ ടീച്ചറെ 10 വർഷം മുമ്പ് കല്യാണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ 10ഓളം വർഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, കല്യാണം കഴിക്കുമ്പോൾ അവൻ ആ ബെസേലിയസ് കോളേജിലെ ലെക്ചറായിരുന്നു. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വിവാഹം കഴിക്കുക എന്നുള്ളതല്ല, എങ്ങനെ വിവാഹം കഴിക്കാതിരിക്കാം എന്നവൻ ചിന്തിച്ചത് എൻ്റെ ഒരു കപട സന്യാസിയുടെ ആത്മകഥ വായിച്ചിട്ടാണ്. കപട സന്യാസിയുടെ ജീവിതത്തിൽ ഒരു പുരുഷൻ അനുഭവിച്ച യാതനകളാണ്, സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയ ദുഃഖ ദുരിതങ്ങളാണ്. ദൈവം വിധിച്ചിട്ടുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് മറികടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ വിധിയെക്കുറിച്ചിട്ടുള്ളതാണ്. ഒരു മനുഷ്യൻ ഇത്രയോളം ത്യാഗം സഹിക്കുമോ എന്ന് ചോദിച്ചാൽ, അനുഭവിക്കുന്നതൊക്കെ നമുക്ക് എഴുതി വെച്ചാൽ ആ അനുഭവങ്ങൾ മറ്റുള്ളവർക്കൊരു പാഠമാകുമ്പോൾ, ആ പാഠം ഉൾക്കൊള്ളുകൊണ്ട് ഒരു മാനസാന്തരത്തിന് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെക്കുറിച്ച് നമുക്കറിയാൻ കഴിഞ്ഞാൽ, ആ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ എങ്ങനെയാണ് ദ്രോഹിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു അബദ്ധത്തിൽ ചെന്ന് പെടുന്നത്, ആ അബദ്ധത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് കരകയറാൻ പറ്റുന്നത്, ഇതൊക്കെയാണ് ഒരു കപട സന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകം. അതിനെ തുടർന്നുള്ള 2 പുസ്തകങ്ങളും കൂടെ ഞാൻ എഴുതിയിട്ടുള്ളതായിട്ട് എപ്പോഴും പറയും. ഒന്ന്, 46 പുസ്തകമുണ്ട് മലയാളത്തിൽ, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഉണ്ട്. അതിൽ കപട സന്യാസിയുടെ ആത്മകഥ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. എന്ന് വെച്ചാൽ നോവൽ എഴുതുമ്പോൾ അനന്തഭദ്രമാണോ എന്ന് ചോദിക്കും. പക്ഷേ എൻ്റെ സ്വയം ജീവിതത്തിലെ തെറ്റുകൾ, എങ്ങനെയാണ് ഒരാൾ തെറ്റിൽ ചെന്ന് പെടുന്നത്, ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ കൈകാലിട്ടടിക്കുന്നത്, അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ദൈവം നമ്മളെ കരകയറ്റുന്നത്, ആ കരകയറ്റുന്ന ആൾ നമ്മളോട് എങ്ങനെയാണ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അയാൾ നമുക്ക് ആ ഒരു കൈയിലേക്ക് പിടിച്ച് നമ്മളെ ഉണർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയുള്ള ഒരു വലിയ ബഹുലമായിട്ടുള്ളൊരു ആത്മകഥയാണ്. അത് എഴുതിയത് കൊണ്ട് തന്നെ എൻ്റെ എല്ലാ ബന്ധുക്കളും എന്നെ അവരുടെ മനസ്സിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും പുറത്താക്കി. കാരണം തെറ്റുകൾ എഴുതുമ്പോൾ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് മുഖംമൂടി ഇടണം. മുഖംമൂടി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സമൂഹത്തിൽ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ, ജനിച്ച കുടുംബത്തിൽ, അല്ലെങ്കിൽ പരിചയപ്പെട്ട അച്ഛനമ്മമാർ ചൂണ്ടിക്കാണിച്ചു തന്ന ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ വേറിട്ടുപോയി എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കടാക്ഷമുള്ളപ്പോൾ, നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് ബന്ധുക്കളെക്കാൾ കൂടുതൽ നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് വിളിക്കുന്ന, അല്ലെങ്കിൽ സ്വാമി എന്ന് വിളിക്കുമ്പോൾ, സ്വാമി എന്ന് വിളിച്ചില്ലെങ്കിൽ പോലും സുനിൽജി എന്ന് വിളിക്കുന്നവരോടും, അല്ലെങ്കിൽ സുനിലെ എന്ന് വിളിക്കുന്നവരെ പോലും എനിക്ക് ഇഷ്ടം തോന്നാറുണ്ട്. എൻ്റെ സഹപാഠികളൊക്കെ എന്നെ സുനിൽജി, സ്വാമി എന്ന് വിളിക്കുന്നവരൊക്കെ ഉണ്ട്. എന്ത് വിളിച്ചാലും ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാഷയുണ്ട്, അതൊരു ഹൃദയത്തിൻ്റെ ഭാഷയാണ്. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം, അങ്ങനെ എനിക്ക് ബന്ധം വന്ന ഒരു കുട്ടിയാണ് ഈ അജീഷ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. അവന് ബെസേലിയസ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. അപ്പോൾ അവനെ കാണുമ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അപ്പോൾ അവൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയും, ഇവനൊരു കല്യാണം കഴിപ്പിക്കണം സ്വാമി. അപ്പം ഞാൻ പറയും, വിവാഹ യോഗമായിട്ടില്ല. അവൻ്റെ വിവാഹം എന്ന് പറയുന്നതിന് മുമ്പ് സംഭവിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. കാരണം ഞാൻ അവൻ്റെ ഗ്രഹനില നോക്കുമ്പോൾ കണ്ണേക്ഷിയാണ്. ഇവനൊരു മൃത്യുവുണ്ട്, ഒരു മരണം സംഭവിച്ചേ പറ്റൂ. ആ മരണം സംഭവിക്കുന്നത്
അവൻ്റെ അമ്മയുടെ മരണം സംഭവിക്കുന്നതിന് മുമ്പ് ഒരു മരണം സംഭവിച്ചേ മതിയാകൂ. ഇവൻ മൃത്യുവിനെ അതിജീവിച്ചേ പറ്റൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിൽ ഒരു ചെറുപ്പക്കാരനോട് ഇതിങ്ങനെയാണ് പറയുക. അതുകൊണ്ട് ഞാൻ അവന് അമ്പലത്തിൽ അങ്ങനെ ഒരു അന്ധമായ വിശ്വാസമൊന്നുമുള്ള ആളല്ല, പറഞ്ഞാൽ പോകും. അപ്പോൾ ഞാൻ അവനെ ഒന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, താൽക്കാലികമായി വീട്ടിലൊരു പരിഹാരം ചെയ്യണം. എൻ്റെ ചില പ്രവചനങ്ങൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചിട്ടുള്ള, അവൻ്റെ അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവനത് ഒരു ഹോമം ചെയ്യാൻ തീരുമാനിച്ചു വീട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രേതാത്മാക്കളെ കാണാൻ കഴിയുന്ന ഒരവസ്ഥ ചില നേരങ്ങളിൽ മാത്രം എനിക്കുണ്ടാകാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരവധി ആൾക്കാരുണ്ട്. ഞാൻ ഉഗ്രപ്രത്യങ്കര രാവിലെ തുടങ്ങിയതാണ്. ബലികർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് പ്രത്യങ്കര തുടങ്ങുമ്പോൾ ഞാൻ ആ ഹോമകുണ്ഡത്തിൻ്റെ ഒരു തെക്കുഭാഗത്തായിട്ട് ഒരു സ്ത്രീയെ കാണുകയാണ്. അവരുടെ പേര് ഞാനിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. ആ പേര് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളത് ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും നിശബ്ദരായി. അതിന് പിന്നിലൊരു കഥയുണ്ട്, അതെനിക്കിവിടെ പറയാൻ കഴിയാത്തത് കൊണ്ട്. എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ ഒരു പ്രേതാത്മാവ് പ്രത്യങ്കര ഹോമം നടക്കുമ്പോൾ ആ ഹോമകുണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു പ്രേത സാന്നിധ്യം കാണുന്നു. ഞാൻ അവരുടെ പേരുൾപ്പെടെ സംസാരിച്ചു. അന്ന് അവിടെ കൂടിയിരുന്നവർക്കും ഇപ്പോൾ ജീവിച്ചിരുന്നവർക്കും എല്ലാം തന്നെ ഇത്തരമൊരു ഞാൻ എന്തുകൊണ്ടാണ് ആ കഥ പറഞ്ഞു, ആ കുടുംബമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതറിയാം. എന്തായാലും ആ ഹോമം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കല ടീച്ചറിൻ്റെ ചേച്ചിയോട് പറഞ്ഞു, ഒരു മരണമുണ്ട്, മൃത്യുവിനെ മറികടക്കാനുള്ള ഒരു ഹോമവും. മൃത്യുഞ്ജയം എന്ന് പറയുന്നത് മരണത്തെ അതിജീവിക്കുന്നതല്ല. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തു പോയിട്ടുള്ള, ഇല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ നിന്ന് വന്നിട്ടുള്ള അനുഭവങ്ങൾ ഈ ജന്മത്തിൽ അതിൻ്റെ ആ മരണം എങ്ങനെയാണോ നമുക്ക് തീരുമാനിച്ചിരിക്കുന്നത്, ആ മരണം ഏറ്റവും സുലഭമായ, ഏറ്റവും സുഖകരമായ ഒരു അവസ്ഥയിൽ നിന്ന്, പത്തങ്ങയിൽ നിന്ന് വേരറ്റ് പോകുന്നത്, അത് വളരും തോറും അത് അറിയാതെ, അത് പഴുത്ത് അറിയാതെ ആ വേരറ്റ് പോകുന്നത് പോലെ നമ്മുടെ മരണം, ശരീരത്തിൽ നിന്ന് ആ പ്രാണൻ വിട്ടുപോകുന്ന ഒരവസ്ഥ. അതാണ് അതിൻ്റെ ഒരു ആ മന്ത്രം. മൃത്യുഞ്ജയ ഹോമത്തിൽ എൻ്റെ മരണത്തിൻ്റെ അങ്ങനെയുള്ള ഒരു ഏറ്റവും പഴുത്ത ആ വേരറ്റ് പോകുന്ന, പ്രാണൻ അറിയാതെ വറ്റുപോകുന്നത് പോലെ പോകണം. അതാണ് മൃത്യുഞ്ജയ ഹോമം നടത്തിയാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണെന്നാണ് എൻ്റെ വിശ്വാസം, ഇല്ലെങ്കിൽ എൻ്റെ അറിവ്. ഇതിനപ്പുറത്തേക്ക് മറ്റതുണ്ടെങ്കിൽ പണ്ഡിതന്മാർക്ക് ഇതിനെ തർക്കിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ തർക്കിക്കാനില്ല. ഇതെൻ്റെ അറിവ് മാത്രമാണ്, എൻ്റെ ചെറിയ അറിവിൽ നിന്ന് സംഭവിക്കുന്നതാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞു. അവിടെ ഒരു നായ ഉണ്ടായിരുന്നു. നായ്ക്ക് മരണം സംഭവിക്കാം. മരണത്തിന് മനുഷ്യന് പകരം സംഭവിക്കാവുന്നതിന് ശേഷം സംഭവിക്കാം. ഇവൻ്റെ വിവാഹം കഴിയുന്നതിന് മുമ്പ് അമ്മയ്ക്ക് മൃത്യു സംഭവിക്കാം. അമ്മയുടെ മൃത്യു സംഭവിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വീഴും 90 ദിവസത്തിനകം. പിന്നെ അച്ഛൻ രോഗാവസ്ഥയിൽ കിടപ്പാകും. പിന്നെ ഏകാന്തവാസം അനുഭവിക്കും. ഇതെല്ലാം നമ്മൾ പൂർവ്വജന്മത്തിൽ നിന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും ഒരു ദിവസം ഞാനും ടീച്ചറുമായിട്ട് ആ കുറവങ്കോണത്തൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്താണ്. ഒരു വാടക വീടാണ്. വാടക വീടുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല. നമ്മളൊരു പുതിയ വീട് വാടകയ്ക്ക് എടുക്കുന്നു. അവിടെ എത്ര മരണം നടന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. അവിടെ ജീവിച്ചവരുടെ മാനസികാവസ്ഥകൾ എങ്ങനെയാണെന്നറിയില്ല. അവിടെ ജീവിച്ചവർ സുഖകരമായൊരവസ്ഥയിലൂടെ ജീവിച്ചതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടെ ഒരു പ്രേതസ്വാധീനം ഉറപ്പായിട്ടുണ്ടാകും. രാത്രികളിൽ അവിടെ ചില തട്ടുമുട്ടലുകളും ചില വിഷയങ്ങളും ബക്കറ്റിൽ കുളിക്കുന്നതൊക്കെ കേൾക്കാമെങ്കിലും ഞാനതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അവിടെ വെച്ച് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള. ഒരു ദിവസം ഞാൻ അവിടെ ഇല്ലാത്ത ദിവസം ടീച്ചർ ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ട് എന്നെ ഫോൺ വിളിച്ചു. അവിടെ ഒരു കറുത്ത നിഴലുള്ള ഒരാൾ മുറിയിലേക്ക് കടന്നു വരുന്ന കണ്ടു എന്നും. എന്തായാലും ഞാൻ ആ വീട്ടിൽ നിന്ന് മാറുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള വാടക വീടുകളിൽ സംഭവിക്കുമ്പോൾ എല്ലാവരും ചിലപ്പോൾ ആ ഉടമസ്ഥർക്ക് അത് സംഭവിക്കണം എന്നില്ല. പക്ഷേ ചിലർക്ക്, ചില എനർജിയുമായിട്ട് നിൽക്കുന്നവർക്ക് അങ്ങനെ ചില സാന്നിധ്യങ്ങളുണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം കാന്തല്ലൂരിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ബസ് കയറി ട്രെയിനിൽ കയറിയ ഉദുമൽപേട്ട ഇറങ്ങാം. ഉദുമൽപേട്ട ഇറങ്ങി അവിടെ നിന്ന് 2 മണിക്കൂർ കാറിൽ യാത്ര ചെയ്താൽ, 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ കാന്തല്ലൂർ ആശ്രമത്തിലെത്താം. ഞാൻ 2 മണിയായപ്പോൾ ഞാൻ കിടക്കുന്ന ബെർത്തിൽ ഒരാൾ എന്നെ, അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുള്ള ചരിത്രമേ ഇല്ല. ഞാനൊക്കെ വിശ്വസിക്കാത്ത ഒരാളാണ്. ഒരാൾ എന്നെ ഇങ്ങനെ
അമർത്തി ആ ബർത്തിലേക്ക് ഇങ്ങനെ അമർത്തുന്നതായിട്ട് കണ്ടു. എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പോൾ തന്നെ പ്രത്യങ്കര മന്ത്രം, ഉഗ്ര പ്രത്യങ്കര മന്ത്രം ജപിച്ചു. അനങ്ങാതെ അലറാനോ ചാടി എഴുന്നേക്കാനോ ഒന്നും പോയില്ല. ക്രമേണ അതില്ലാതായി. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ കാന്തല്ലൂർ പോയി ലക്ഷണം നോക്കുമ്പം ആ ബർത്തിൽ ഒരാൾ മരിച്ചു കിടന്നിട്ടുണ്ട്. വിഷം അറ്റാക്കായിട്ട് മരിക്കുകയോ അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നിലേക്ക്, കാരണം ഈ അഭയം തേടി വരും. ഞാൻ ആശ്രമത്തിലേക്ക് പോവുകയാണ്. 3-4 ദിവസം അവിടെ ഹോമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറയാനുള്ള കാരണം ആൾക്കാർ ഇത് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, ചില സത്യങ്ങളാണ്. എന്തായാലും ഒരു ദിവസം ഞാനിങ്ങനെ ഇതുപോലെ ആ വീട്ടിൽ കിടക്കുമ്പോൾ വീട് മാറാൻ തീരുമാനിച്ചു. ഒരു 3 മണിയാകുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ അജീഷ് മൃതാവസ്ഥയിൽ കിടക്കുന്നു. വീട്ടിലെല്ലാം ആൾക്കാരിങ്ങനെ വന്ന് നിൽക്കുന്നു. അവനെ ഇങ്ങനെ മൂടിയിട്ടിട്ടുണ്ട്. അത് ഞാനിങ്ങനെ കാണുകയാണ്. 3 മണി സമയമായതേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ വളരെ അസ്വസ്ഥനായി. സമയമായിട്ടില്ല. ഞാൻ പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല. എൻ്റെ മനസ്സ് മുഴുവൻ, കാരണം നമ്മുടെ മുമ്പിൽ ആ ദൃശ്യം ഇങ്ങനെ കാണുകയാണ്. വിവാഹം കഴിക്കാത്ത പയ്യൻ 1, 2 എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള 2 പേരിലൊന്നാണ് പിന്നെ അനന്തുവും അജീഷും. അവരെ മക്കൾ പോലും ഇങ്ങനെ സ്നേഹിക്കുമോ എന്ന് എനിക്കറിയില്ല. അത്ര തീവ്രമായിട്ട് അവർക്ക് എനിക്കപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ എനിക്കത് അങ്ങനെ സഹിക്കാൻ വയ്യാത്ത ഇരുട്ടാണ്. ഞാൻ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇരുട്ട് മൂടി കിടക്കുകയാണ്. ടീച്ചർ നല്ല ഉറക്കമാണ്. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ അസ്വസ്ഥമായി. അപ്പോൾ ഞാനൊരു 3:30 മണിയായപ്പോൾ ഞാൻ അജീഷിനെ വിളിച്ചു. പെട്ടെന്ന് അവൻ ഫോൺ എടുക്കുമ്പോൾ അവിടെ അറിയുന്ന വാർത്ത എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. കാരണം ഇവൻ ബാത്റൂമിൽ വീണ് കിടക്കുകയായിരുന്നു. ബാത്റൂമിൽ വീണ് കിടക്കുമ്പോൾ ഇവൻ പറയുന്നത്, ഇവൻ ബാത്റൂമിലേക്ക് പോകുന്നു. തല ഇങ്ങനെ കറങ്ങുന്നതായിട്ട് തോന്നിയിട്ട് ഒരു അദൃശ്യമായിട്ടുള്ളൊരു ശക്തി അവനിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് തോന്നുന്നു. ബാത്റൂമിൻ്റെ ചുവരിലേക്ക് ചാരി അവൻ താഴേക്ക് ഇരിക്കുന്നു. ബാത്റൂമിലാണ്. പിന്നെ ഇവൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ മാറി അച്ഛൻ കിടക്കുന്നിടത്തേട്ടും അമ്മ കിടക്കുന്നിടത്തേക്കും പോകുമ്പോൾ അവർ നല്ല ഉറക്കത്തിലാണ്. ഇവന് വിളിക്കാൻ പറ്റുമ്പോൾ, ഇവൻ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവൻ വിളിക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ്റെ ശരീരമില്ല. നിങ്ങൾ ആലോചിക്കണം. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ബാത്റൂമിനുള്ളിൽ അവനെ കാണാം കിടക്കുന്നത്, ബോധമല്ല, ജീവനില്ല. നമ്മളിത് വളരെ അത്ഭുതകരമായിട്ടുള്ള, ശാസ്ത്രത്തിന് പോലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്നുണ്ട്. കാരണം ലവലേശം ദൈവവിശ്വാസത്തിൽ ഇല്ലാതിരുന്ന ഒരാൾ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും കേട്ട് ദൈവവിശ്വാസത്തിലേക്ക് വരികയും ചില ഈ വീട്ടിൽ പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനും കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവന് വിളിക്കാൻ പറ്റുന്നില്ല, അവരടുക്കലേക്ക് പോകാൻ പറ്റുന്നില്ല. അവരുടെ മുറിയുടെ പുറത്തെ വാതിൽ അജീഷ് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ ബോഡി, താൻ ഇന്നലെ വരെ കൊണ്ടു നടന്ന ആ ജീർണവസ്ത്രം, ആ ശരീരം അവിടെ കിടക്കുന്നതാണ്. എങ്ങനെയാണെന്ന് അറിയണം. ആ സമയത്താണ് ഞാൻ ഉണരുകയും, ഞാൻ ഒന്നും ചെയ്തില്ല. ഇവിടെ ഒരു മെഴുകുതിരി, നമുക്കങ്ങനെ ഒരു ശക്തി ഒന്നുമില്ല. അതിൻ്റെ ശക്തിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു 3 മെഴുകുതിരി, 3 ചന്ദനത്തിരി ഇങ്ങനെ കത്തിച്ചിട്ട് ഞാനിങ്ങനെ നാരായണ നാരായണ അത് മാത്രമേ ജപിക്കാൻ പറ്റൂ. എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുതേ, എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുതേ, എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുത്. ഞാനിങ്ങനെ വളരെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് എൻ്റെ 2 കണ്ണിൽ കൂടെയും കണ്ണീരിങ്ങനെ ഒഴുകിയിട്ട് ഞാനിങ്ങനെ 3 മെഴുതിരിച്ച് നാരായണ നാരായണ, ഇവൻ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. പിന്നെ പറയുന്നത് ഈ ബെല്ല് കേൾക്കുന്നത് കേട്ട് ഇവൻ ഞെട്ടി ഉണരുമ്പോൾ ബാത്റൂമിൽ കിടക്കുകയാണ്. ഫോൺ എടുത്തിട്ട്, സ്വാമി, ഞാൻ പറഞ്ഞു, എടാ അവിടെ എന്തുവാണ്, നീ എവിടെ ആയിരുന്നു? അപ്പോഴവന് സ്വാമി എന്ന് പറഞ്ഞിട്ട് അവന് സംസാരിക്കാൻ വയ്യ എന്നോട്. ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അവൻ്റെ വീടിന് മുറ്റം നിറയെ ആൾക്കാർ, അവൻ്റെ ബോഡി ഇങ്ങനെ കിടക്കുന്നു, അമ്മ അലമുറയിട്ട് കരയുന്നു. നമ്മളിത് എങ്ങനെയാണിത് ശാസ്ത്രത്തിനോട് നമ്മൾ ചേർത്ത് വയ്ക്കാൻ പറ്റുന്നതെന്ന് ഞാൻ കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് അവൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ഇതിനകത്ത് എടുക്കണം എന്നുണ്ട്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, അതങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണം നോക്കി ആ കുട്ടി രക്ഷപ്പെട്ടു. അതൊരു അത്ഭുതമാണ്. ഞാനിങ്ങനെ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്ന ഒരാളാണെങ്കിലും എനിക്കൊന്നും അലക്സാണ്ടർ സാറിൻ്റെ പറയുന്ന പോലെ അത്ഭുതങ്ങളൊന്നും പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അലക്സാണ്ടർ സാറിൻ്റെ പറയുന്നതൊക്കെ ഞാൻ അത്ഭുതമായിട്ടാണ് കേൾക്കുന്നത്. എൻ്റെ അറിവിൽ അങ്ങനെയൊന്നും ഒരു പ്രേതാത്മാക്കളുടേക്കൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്കൊന്നും കടന്നു ചെല്ലാൻ എനിക്ക് പറ്റിയിട്ടില്ല. എനിക്കറിയില്ലാത്തത് കൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്ക് മന്ത്രദീക്ഷ തന്ന സൂര്യകാളിൻ്റെ തിരുമേനി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പ്രേതലോകവുമായിട്ട് ബന്ധമുണ്ട്, അത് അദ്ദേഹത്തിന് നാശമുണ്ടാക്കും എന്ന് പറഞ്ഞതേ എനിക്കറിയാവുള്ളൂ. എപ്പോൾ നാശമുണ്ടായാലും എൻ്റെ ആത്മാവിന് നാശമുണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ കളങ്കമില്ലാത്തതോ അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആത്മീയതയിൽ നിന്ന് നേടാത്തത് കൊണ്ട് എനിക്കതിനകത്ത് പ്രശ്നവുമില്ല. എൻ്റെ സമാധി ഉണ്ടാവും, റെഡിയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കെന്തെങ്കിലും എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ളൊരു മനസ്സെനിക്കുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് പേരോട് ക്ഷമിക്കും,
ചിലരോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ആ ക്ഷമിക്കാൻ കഴിയാത്തവരാണ് എൻ്റെ ആശ്രമം നശിപ്പിച്ചവരും അതിൻ്റെ പുറകിൽ നിന്നവരും, എന്നെ കള്ളവാറണ്ടുണ്ടാക്കി അറസ്റ്റ് ചെയ്യിപ്പിച്ചവരും, എന്നെ പോലീസ് സ്റ്റേഷനിലുണ്ടാക്കി വാർത്ത വായിച്ചവരോടൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആത്മീയതയിൽ നിൽക്കുമ്പോൾ ക്ഷമ വേണം എന്നാണ് ഞാൻ ക്ഷമിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വിചാരിച്ചൊരു പൂ പോലും അവരുടെ പേര് നുള്ളിടില്ല. പക്ഷേ എൻ്റെ ആ വേദന വളരെ വലുത് തന്നെയാണ്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താനായിട്ട് തെറ്റ് തിരുത്തുകയും അല്ലേ, നമ്മൾ അഭയം തേടിയ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് നീതി കിട്ടാതെയൊക്കെ വരുമ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ വേദനയുണ്ടല്ലോ, നമ്മുടെ ആത്മീയമായിട്ടുള്ള ആ വേദനയ്ക്ക് ആരാണോ കാരണക്കാർ അവർക്ക് വലിയ ശിക്ഷയുണ്ടാകും എന്നാണ് എന്നെ കാലം ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. എന്തായാലും ആ അവസ്ഥയിൽ നിന്ന് അജീസ് രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് സർക്കാർ രാജമുദ്രയുള്ളൊരു ജോലി കിട്ടും. ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലി കിട്ടും. പക്ഷെ ഒരു സത്യം ഉള്ളത്, അത് അറിയാൻ അമ്മ കാണില്ല. ഞാനിങ്ങനെ വെട്ടി തുറന്ന് പറയുന്നത് കൊണ്ട് അവനൊരു നിമിഷം സ്തംഭിച്ചു നിന്നു. അമ്മ മരണം കഴിഞ്ഞാൽ അച്ഛൻ വീഴും, അച്ഛൻ ഏകാന്തനായിട്ട് കിടക്കും, നീ ദൂരെ വനപ്രദേശത്ത് ജോലി ചെയ്യും, വനമുള്ള പ്രദേശത്ത്. ഇത്രയും പറഞ്ഞു എന്നുള്ള സത്യം തന്നെയാണ്. അവന് ഇപ്പോൾ കോതമംഗലത്ത് പോളിടെക്നിക്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടി. അമ്മ മരിച്ചു. അമ്മയുടെ മരണവും അതുപോലെയാണ്. പെട്ടെന്ന് ഒരു മൃത്യു സംഭവിക്കാനുള്ള ഒരു സാധ്യതയുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ രണ്ടാമത് മരണത്തിലേക്ക് തിരിച്ചു വന്നു. അമ്മ ഡോക്ടർമാർ പറഞ്ഞു മുറിയിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല മോനെ, 1 മണിക്കപ്പുറത്തേക്ക് അമ്മയ്ക്ക് ആയുസ് ഉണ്ടാകില്ല. ആയുസിനെ കുറിച്ച് പറയില്ല എന്നുള്ളതാണ്. ഒരു നിമിഷം ഇതുപോലെ അവൻ സ്തംഭിച്ച് നിന്നു. അവനത് ഉൾക്കൊണ്ടു. ശരി സ്വാമി എന്ന് പറഞ്ഞു. 1 മണി കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു. 1 മണി, പക്ഷേ എൻ്റെ സമയം 1 മണിക്കൂർ അങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. മരണം സംഭവിച്ചു. അച്ഛൻ ഒറ്റപ്പെട്ടു. ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പൂർവ്വജന്മം എടുക്കുമ്പോൾ പൂർവികമായിട്ടുള്ള ചില കാര്യങ്ങൾ ആ വീട്ടിൽ അതൊക്കെ സംഭവിച്ചേ പറ്റുള്ളൂ. അതായത് ആ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, അവരൊഴിഞ്ഞുപോയി. ഇവന് കോതമംഗലം വനപ്രദേശത്തേക്ക് ജോലി കിട്ടി. പക്ഷെ വിവാഹം മാത്രം നടക്കുന്നില്ല. അത് എന്തുകൊണ്ടെന്നാൽ അവൻ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആലോചനകൾ വന്നിരുന്നു. ഇപ്പം അവന് 40 വയസ്സായി. വിവാഹം അവന് ആഗ്രഹമുണ്ട്. ഇപ്പോഴാണ് അവന് ആഗ്രഹമുണ്ട്. അവനെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആലോചനകൾ വന്നെങ്കിലും അവൻ സ്വാമി പറയട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നത്തെ ഗ്രഹനിലയൊന്നും ഞാൻ നോക്കില്ല. പൂർവ്വജന്മ ബന്ധമുണ്ടെങ്കിൽ 1 നിമിഷം ജീവിച്ചാലും, ഒരു വർഷം ജീവിച്ചാലും, 1000 വർഷം ജീവിച്ചാലും പൂർവ്വജന്മ ബന്ധങ്ങൾ ജീവിക്കുന്ന മാത്രമേ ഉത്തമമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പൂർവ്വജന്മത്തിൽ ശത്രുക്കളായിരുന്നവർ, പൂർവ്വജന്മത്തിൽ വേർപെട്ടു പോയവർ, പിരിഞ്ഞു പോയവർ തമ്മിൽ വീണ്ടും ശത്രുക്കളായി വന്ന് വിവാഹം കഴിച്ച് കുടുംബ ബന്ധങ്ങളില്ലാതെ പോയി. ഞാനിവിടെ ഒരുപാട് ഗ്രഹനിലയും ജാതകവും ഞാൻ ഗ്രഹനിലയിക്കും. ഞാൻ പൂർവ്വജന്മം എടുക്കട്ടെ. ഇപ്പം ഞാൻ ഡയമണ്ട്സിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. കാരണം വളരെ എഫക്റ്റീവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലരുടെ ഒരു ഡയമണ്ട് നവരത്നം ധരിച്ചാൽ, നവരത്നങ്ങൾ അങ്ങനെ ധരിക്കാൻ പാടില്ല എല്ലാവർക്കും. ചില നക്ഷത്രങ്ങൾ, ചില കല്ലുകൾ വളരെ സ്വാധീനമുള്ളത് കൊണ്ടാണ് ഞാൻ അത്ര ഒരു വീഡിയോസ് തന്നെ ഇവിടെ ചെയ്യുന്നത് തന്നെ. ഡയമണ്ട്സ് മാത്രം ധരിച്ചാൽ ജീവിതത്തിൽ അതിഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. എന്നെ ഒരുപാട് പേര് വിളിച്ചു, ധാരാളം പേര്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പൂർവ്വജന്മം നോക്കിയിട്ട് ഉത്തമമാണെങ്കിൽ ഞാൻ പറയാം, അല്ലാതെ വഴിപാടായിട്ടൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് പറഞ്ഞു തരാനും പറ്റില്ല. നിങ്ങൾ വരൂ, വന്നാലും ഞാൻ നിങ്ങളുടെ പൂർവ്വജന്മം നോക്കട്ടെ. പൂർവ്വജന്മം നോക്കിയിട്ട് അതിന് പരിഹാരമുണ്ടെങ്കിൽ ആ പരിഹാരം നോക്കിയിട്ട് ഞാൻ ഇതിന് മാറ്റങ്ങൾ പറഞ്ഞു തരാം എന്ന് ഞാൻ കല്ലുകളെക്കുറിച്ചുള്ള ഇപ്പോൾ അഭിലാഷമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്ന തരത്തിൽ, അതിനകത്ത് വിവാഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഓരോ ദിവസവും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കല്യാണത്തിന് ഒരുപാട് ആഭരണങ്ങളൊക്കെ വരിയിടും, ഒരുപാട് ആഭരണങ്ങളിൽ ഡയമണ്ടൊക്കെ ഇടും. ആ ഒരൊറ്റ ഡയമണ്ട് മതിയാവൂ ആ ഉജ്ജ്വലമായ മുഹൂർത്തത്തിൽ, ആ മംഗളകരമായ കാര്യത്തിന് തടസ്സമുണ്ടാകാൻ. വളരെ നമ്മളിപ്പം സ്വർണ്ണം, എല്ലാ തരത്തിലുള്ള സ്വർണ്ണങ്ങൾ ഇടാമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ സ്വർണത്തിൻ്റെ നിറം എന്താണ്? കറുപ്പാണ്, കൊടും കറുപ്പാണ്. ആ കറുപ്പ് മഞ്ഞലോഹത്തിൻ്റെ മനസ്സറിയണമെന്നാണ്. അപ്പോൾ അതെന്താണ്? അത് ആ കറുത്ത ലോഹത്തിനെ നമ്മൾ തിളങ്ങുന്നതാക്കി മാറ്റുന്നു. ജീവിതവും അങ്ങനെയാണ് അല്ലേ? ജീവിതം കരിപിടിച്ചതാണ് ജീവിതം. അതിനെ നമ്മൾ ഈ മഞ്ഞലോഹവും കൂടെ കൊണ്ടുപോയി നമ്മുടെ ശരീരത്തിൽ അണിഞ്ഞ് ശ്രീധരം കൊണ്ട്, സ്വർണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുക, അതിഭീകരമായ വിഷയങ്ങളിൽ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, വൈഡൂര്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും ഒന്നും വൈഡൂര്യമോ പിന്നെ യെല്ലോ സഫയറും അതങ്ങനെയുള്ള ഒരുപാട് രത്നങ്ങളുണ്ട്. അതെല്ലാം ഇട്ടാൽ മാറ്റമുണ്ടാകണം ഒരു പരിധി വരെ. പൂർവ്വജന്മം
പൂർവ്വജന്മത്തിൽ നീ എവിടെയായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയാണ് നിൻ്റെ മൃത്യു, നീ ചെയ്ത പാപങ്ങൾ എന്തൊക്കെയാണ്, നീ ഇവിടെ വന്ന് ജനിച്ചത് എങ്ങനെയാണ്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടിട്ടാൽ 100% മാറ്റം ഉണ്ടാവും. 100% ഉണ്ടാകും. കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് ഇതെൻ്റെ കണ്ണടയും സ്വർണ്ണ മോതിരവും ഡയമണ്ടും ഇതെല്ലാം ധരിച്ച് ഞാനൊരു അന്നത്തെ കാലം തൂക്കി വിറ്റ് 50 ലക്ഷം രൂപ കിട്ടുമായിരുന്നു എന്നെ. അതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശുദ്ധമായത്. അത് ധരിക്കാൻ പാടില്ലാത്ത ഒരാളാണ് ഞാൻ. പിന്നെ സ്വർണ്ണനാഗം ധരിക്കണമെന്ന് ഒരു കാരണം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനത് ധരിച്ചത്. ചിലപ്പോൾ ഇപ്പം ധരിക്കാറില്ല, ചിലപ്പോൾ ഊരി വെക്കണമെന്ന് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ചില വിധികൾ. അമ്മ മരിച്ചു, അജീഷിൻ്റെ അമ്മ മരിച്ചു, അച്ഛൻ രോഗാവസ്ഥയിലായി, വീട് ഏകാന്തമായ വീടുണ്ടായി. അതിന് കാരണമുണ്ട്. ആ ഭൂമിയുടെ ഞാൻ പറഞ്ഞില്ലേ, ആ ഹോമം നടക്കുമ്പോൾ അതിൻ്റെ തെക്ക് ഭാഗത്ത് വന്നു നിന്ന ഒരാൾ, ആ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ പ്രേതാത്മാവ്. അപ്പോൾ അയാൾ ജോലിയായിട്ടില്ല. അജീഷ് ജോലിയായി. അവന് കോതമംഗലത്ത് പോളിടെക്നിക്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. സർക്കാരിൻ്റെ രാജമുദ്രയുള്ള ജോലി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടി. ഇനി അവൻ്റെ ജീവിതത്തിൽ പൂർവ്വജന്മത്തിൽ നിന്ന് അവനെ സ്നേഹിക്കാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞു, ഇപ്പോൾ സ്വർണവും പണവും സമ്പത്തും ഒന്നും വേണ്ടടാ. നിനക്ക് പൂർവ്വജന്മത്തിൽ നിന്ന് നിന്നെ സ്നേഹിക്കുന്ന, തിരിച്ചറിയുന്ന, അമ്മയെപ്പോലെ കരുതുകയും സഹോദരിയെപ്പോലെ സ്നേഹിക്കുകയും സുഹൃത്തിനെ പോലെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീധനവും വായിക്കാൻ നീ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. നിനക്ക് വയസ്സിപ്പോൾ 39 കഴിഞ്ഞ് 40 ആകാൻ പോകുന്നു. അജീഷിനെ ഇഷ്ടപ്പെട്ട, അജീഷിനെ സ്നേഹിക്കുന്ന, മദ്യപാനമില്ല, പുകവലിയില്ല, യാതൊരു വിധമില്ലാത്ത ശുദ്ധനായ, നല്ലവനായ, മരിച്ചു ജീവിച്ചു വന്ന അജീഷിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഇത് വിവാഹ ബ്യൂറോ അല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് കാണണമെന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അതൊരു മിത്തും ആത്മാവിൻ്റെ കഥയോടുകൂടി അവനിനി നല്ല ബലമുള്ള ആയുസ്സാണ്. അതാണ് സ്വന്തം ശരീരം മരിച്ചു കാരേണ്ട ഒരു പയ്യനാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഏതെങ്കിലും പെൺകുട്ടികൾക്ക് അവനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ വിളിക്കാം, ഇല്ലെങ്കിൽ ടീച്ചറിനെ വിളിക്കാം. ടീച്ചറിൻ്റെ നമ്പർ 9994555384 വിളിക്കാം. പൂർവ്വജന്മം നോക്കിയിട്ട് ഒന്നും വേണ്ട, ഒന്നും ആവശ്യമില്ല, അവനെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.